أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമുക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കാൻ സൗഭാഗ്യം തന്നത് അള്ളാഹുവിൻ്റെ നമുക്ക് മേലുള്ള ഔദാര്യമാകുന്നു. അദ്ദേഹം മുഖേനയാണ് അള്ളാഹു ഇസ്ലാമിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനവും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദാസ്യത്വത്തിൽ ഇസ്ലാം ദീനിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം അയക്കപ്പെട്ടത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനവും അനുസരിച്ച് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ജമാഅത്തിൽ ഖിലാഫത്ത് സംവിധാനവും നിലവിൽ വരികയുണ്ടായി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനവും പുലർന്നതിൻ്റെ പ്രകടനം എന്ന നിലയ്ക്കാണ് ലോകത്ത് അഹമ്മദിയത്ത് സ്ഥാപിതമായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എല്ലാ വർഷവും മെയ് 27 ഖിലാഫത്ത് ദിനം ആചരിക്കുന്നത്. മെയ് 26 ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വഫാത്തായി. മെയ് 27 ദൈവിക വാഗ്ദാന പ്രകാരം ഹദ്രത്ത് മൗലാന ഹക്കീം നൂറുദ്ദീൻ സാഹിബിനെ ഖലീഫത്തുൽ മസീഹ് അവ്വലായി തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കർത്തവ്യങ്ങളെ തുടർന്നു കൊണ്ടുപോകുമെന്നുള്ള ശപഥവും ബയ്യത്തും ചെയ്യുകയുണ്ടായി. പിന്നെ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിൻ്റെ വഫാത്തിന് ശേഷം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കൈകളിൽ ജമാഅത്ത് ഒന്നുചേരുകയുണ്ടായി. ആഭ്യന്തര എതിർപ്പുകളും എല്ലാത്തരം പ്രതികൂല സാഹചര്യങ്ങളും ആയിരുന്നെങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെയും പിന്തുണയുടെയും ദൃശ്യങ്ങളാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് ഏകദേശം 52 വർഷം നീണ്ടുനിന്നു. അക്കാലഘട്ടത്തിൽ രാപ്പകൽ ഭേദമന്യേ അഹമ്മദിയ ജമാഅത്തിൻ്റെ പുരോഗതിയുടെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ വഫാത്തിന് ശേഷം 3-ാം ഖിലാഫത്ത് ആരംഭിച്ചു. ഈ കാലത്തും ജമാഅത്തിൻ്റെ അഭിവൃദ്ധിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ജമാഅത്തിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ വലിയ തോതിൽ ശ്രമിക്കുകയുണ്ടായി. എങ്കിലും ചരിത്രത്തിൽ നമുക്ക് ജമാഅത്തിൻ്റെ പുരോഗതി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് വഫാത്തായപ്പോൾ അള്ളാഹു വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃശ്യം കാണിക്കുകയുണ്ടായി. 4-ാം ഖിലാഫത്തിൻ്റെ കാലഘട്ടം ആരംഭിച്ചു. ഇതിൽ ശത്രുക്കൾ ജമാഅത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഒരുപാട് പരിശ്രമിക്കുകയുണ്ടായി. പക്ഷേ എല്ലാ നിലക്കും പരാജയത്തിന്റെ മുഖമാണ് അവർക്ക് കാണേണ്ടി വന്നത്. ഈ ശത്രുത കാരണം ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയന് പാകിസ്ഥാനിൽ നിന്ന് ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നു. ഇംഗ്ലണ്ടിൽ കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ ജമാഅത്തിന്റെ പുരോഗതിയുടെ കുതിപ്പ് വർദ്ധിക്കുന്നതാണ് ലോകം കണ്ടത്. ജമാഅത്തിന്റെ അഭിവൃദ്ധിയെ തടയാൻ ശ്രമിച്ചവർ അത് കണ്ട് അസ്വസ്ഥരാകാൻ തുടങ്ങി. പിന്നെ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി വഫാത്തായപ്പോൾ വീണ്ടും അള്ളാഹു തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിന്റെ ജ്യോതിസ് കാണിക്കുകയുണ്ടായി. 5-ാം ഖിലാഫത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. അള്ളാഹു എനിക്ക് എൻ്റെ ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സഹായവും പിന്തുണയും നൽകി അനുഗ്രഹിച്ചു. ജമാഅത്തിന്റെ പുരോഗതിയുടെ ചുവടുകൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. ഇക്കാലഘട്ടത്തിൽ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ ജമാഅത്ത് സ്ഥാപിതമായി. ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ അഹമ്മദീയ ജമാഅത്തിന്റെ സംവിധാനം കൃത്യമായ നിലയിൽ സ്ഥാപിതമാകുകയും ചെയ്തു. 100 കണക്കിന് പട്ടണങ്ങളിലും നാടുകളിലും അള്ളാഹു താൻ തന്നെ ജനങ്ങളെ സന്മാർഗ ദർശനം നൽകി ഖിലാഫത്തിനോടുള്ള അവന്റെ സഹായത്തിന്റെയും പിന്തുണയുടെയും ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഖിലാഫത്തിനോടുള്ള ആവേശമുണ്ടാക്കുകയും ആത്മാർത്ഥരായ ആളുകളുടെ ജമാഅത്തുകൾ സ്ഥാപിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു.
ഈ ദൃശ്യങ്ങൾ അള്ളാഹു കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഖിലാഫത്തിനോടുള്ള പ്രതിബദ്ധതയുടെയും ജമാഅത്തിന്റെ പുരോഗതിയുടെയും ഈ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകാതിരിക്കണം? അത് ഉണ്ടാകേണ്ടത് തന്നെയാണ്. അതേപ്പറ്റി അള്ളാഹുവിന്റെ വാഗ്ദാനവുമുണ്ട്. അത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിട്ടുള്ളതുമാണ്. അള്ളാഹു തന്റെ വാഗ്ദാനം മറക്കുന്നവനോ ഒഴിവാക്കുന്നവനോ അല്ല. അതുപോലെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട നബി ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വരുത്തുകയോ ചെയ്യുന്നവനുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനത്തിൽ പറയുന്നു, അള്ളാഹു ഇച്ഛിക്കുന്നിടത്തോളം കാലം നിങ്ങളിൽ നുബുവത്ത്, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടം നിലനിർത്തുന്നതാണ്. പിന്നെ അവൻ അതിനെ ഉയർത്തും. തുടർന്ന് നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതാണ്. പിന്നെ അള്ളാഹു താൻ ഇച്ഛിക്കുന്ന കാലത്ത് ഈ അനുഗ്രഹത്തെയും എടുത്തു മാറ്റും. പിന്നെ അവന്റെ വിധി പ്രകാരം അക്രമകാരിയായ രാജാധിപത്യം സ്ഥാപിക്കപ്പെടുന്നതാണ്. അതിൽ ജനങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാവുകയും വിമ്മിട്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഈ കാലം അവസാനിക്കുമ്പോൾ അവന്റെ മറ്റൊരു വിധി പ്രകാരം അതിലും വലിയ സ്വേച്ഛാധിപത്യ രാജവാഴ്ച സ്ഥാപിതമാകുന്നതാണ്. എത്രത്തോളം എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം ആവേശത്തിലാകുകയും അക്രമം അവസാനിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് സ്ഥാപിതമാകുന്നതാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ദീക്ഷിക്കുകയുണ്ടായി. നമ്മൾ സൗഭാഗ്യവാന്മാരാകുന്നു. നമ്മൾ ഈ പ്രവചനം പുലർന്നതായി കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസന്റെ ജമാഅത്തുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി മാറുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ആഗമനത്തിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ഖിലാഫത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്ന നാമമാത്ര ചിന്താഗതിയും ഇല്ലാതായി. ഇപ്പോൾ ഭരണാധികാരം മാത്രമാണുള്ളത്. ഈ ഭരണകൂടങ്ങൾ സ്വേച്ഛാധിപതികളുമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ല. അള്ളാഹു ചില സമയത്ത് സാവകാശം നൽകാറുണ്ടെങ്കിലും തീർച്ചയായും അവരെ പിടികൂടുക തന്നെ ചെയ്യും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ മാർഗത്തിൽ ഖിലാഫത്ത് സ്ഥാപിതമാകുമെന്ന് പറഞ്ഞതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസ്യത്വത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അയക്കുകയുമുണ്ടായി. അദ്ദേഹവും ജമാഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചന പ്രകാരം ഖിലാഫത്ത് തുടരുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഖാത്തമുൽ ഖുലഫ ആകുന്നു. ഇനി അള്ളാഹു ഖിലാഫത്തിന്റെ സ്ഥാനം എന്നെ പിൻപറ്റുന്നവർക്ക് മാത്രമാണ് നൽകുക. ആയതിനാൽ ഭൗതികമായി എത്ര പരിശ്രമിച്ചാലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ഒരിക്കലും ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതല്ല. തന്റെ മരണം സമീപസ്ഥമായപ്പോൾ ആ മഹാത്മാവ് ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുമെന്ന് സംബന്ധിച്ച് അറിയിപ്പ് നൽകിക്കൊണ്ട് പറയുന്നു, ചുരുക്കത്തിൽ രണ്ട് വിധത്തിലുള്ള ദിവ്യശക്തി പ്രഭാവങ്ങളാണ് വെളിപ്പെടുന്നത്. ഒന്നാമതായി പ്രവാചകന്മാരുടെ കരങ്ങളിലൂടെ അള്ളാഹു സ്വയം തന്റെ ദിവ്യശക്തിയുടെ ഹസ്തം പ്രകടമാക്കുന്നു. രണ്ടാമതായി പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ശത്രുക്കൾ ശക്തി ആർജിക്കുകയും പ്രവർത്തനങ്ങൾ താറുമാറായെന്ന് കരുതപ്പെടുകയും ജമാഅത്ത് നാമാവശേഷമാണെന്ന് ശത്രുക്കൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ ജമാഅത്തിലെ അംഗങ്ങൾ അങ്കലാപ്പിലാകുകയും അവരുടെ ധൈര്യം ചോർന്നു പോവുകയും തുടർന്ന് പല ഹതഭാഗ്യവാന്മാരും മുർത്തദ്ദാവാനുള്ള വഴി അവലംബിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു തന്റെ അതിമഹത്തായ ദിവ്യശക്തി ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് വീഴാനായി ഇന്ന് ജമാഅത്തിനെ സംരക്ഷിക്കുന്നു. അതിനാൽ അവസാനം വരെയും സഹനം കൈക്കൊള്ളുന്നവർ അള്ളാഹുവിന്റെ ഈ അത്ഭുത ദൃഷ്ടാന്തം ദർശിക്കുന്നതാണ്. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വേർപാട് അകാലത്തുണ്ടായ ഒരു വേർപാടായിരുന്നുവെന്ന് മനസ്സിലാക്കപ്പെടുകയും ദുഃഖഭാരത്താൽ സഹാബാക്കൾ പരിഭ്രാന്തരാവുകയും വളരെയേറെ ഗ്രാമീണവാസികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും തന്റെ ദിവ്യശക്തിയുടെ മാതൃക കാണിക്കുകയും ഇസ്ലാമിനെ നാമാവശേഷമാക്കപ്പെടുന്നതിൽ നിന്ന് താങ്ങി നിർത്തുകയും ചെയ്തു. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന ഖുർആൻ വചനത്തിൽ പറഞ്ഞ പ്രകാരം ഭയത്തിന് ശേഷം നാം അവരുടെ കാൽപാദങ്ങളെ സുദൃഢമാക്കുന്നുവെന്ന വാഗ്ദാനം അള്ളാഹു പൂർത്തിയാക്കി കാണിച്ചു. പറയുന്നു, അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ടവരെ, എതിരാളികളുടെ നിരർത്ഥകങ്ങളായ രണ്ട് ആഹ്ലാദങ്ങളെ
തകർക്കുന്നതിന് വേണ്ടി തന്റെ സനാതന നടപടിയനുസരിച്ച് അള്ളാഹു ഇപ്രകാരം രണ്ടു വിധം ദിവ്യശക്തികൾ പ്രകടമാക്കുന്നു. ആയതിനാൽ ഇനി അള്ളാഹു തന്റെ സനാതനമായ നടപടിക്രമം ഉപേക്ഷിച്ചു കളയുമെന്നത് സംഭാവ്യമല്ല. ആയതിനാൽ ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരും ആകരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവ്യശക്തി പ്രഭാവം ദർശിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിന്റെ ആഗമനം നിങ്ങൾക്ക് ഗുണകരമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിന്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഞാൻ പോകാത്തിടത്തോളം രണ്ടാമത്തെ ദിവ്യശക്തി വരാൻ സാധ്യമല്ല. ഇവിടെ അനുബന്ധമായ ഒരു കാര്യം പറയട്ടെ. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം എടുക്കാറുള്ളത് എന്തെന്നാൽ, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ പ്രായത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നവർക്കും ഇതിൽ മറുപടിയുണ്ട്. ആ മഹാത്മാവ് തന്റെ ആയുസ് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇത്ര വർഷം കൂടിയുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് തന്റെ തിരിച്ചുപോക്കിനെ പറ്റി സൂചന മാത്രമാണ് നൽകിയത്. പ്രായത്തെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയും നൽകിയില്ല, മറിച്ച് കർത്തവ്യം പൂർത്തിയാക്കുന്നതിനെ പറ്റിയാണ് പ്രാധാന്യം നൽകിയത്. ഏതായാലും അദ്ദേഹം തുടരുന്നു, ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തിയെ അയക്കും. ബറായിനെ അഹമ്മദിയയിലെ അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് അതെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെക്കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെപ്പറ്റിയുള്ളതാകുന്നു. അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ ഞാൻ വിജയം നൽകുന്നതാണ്. ആയതിനാൽ എന്റെ വേർപാടിന്റെ ദിനം നിങ്ങളിൽ പ്രകടമാകേണ്ടതും അനന്തരം ശാശ്വത വാഗ്ദാനത്തിന്റെ ദിനം വെളിപ്പെടേണ്ടതും നിർബന്ധമാകുന്നു. നമ്മുടെ ദൈവം സത്യവാനും വിശ്വസ്തനും വാഗ്ദാനം പാലിക്കുന്നവനുമാണ്. അവൻ വാഗ്ദാനം ചെയ്തതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ ദിവസം ലോകാവസാനത്തിന്റെ ദിനമായാലും വലിയ ആപത്തുകൾ ഇറങ്ങേണ്ട സമയമായാലും അവൻ വിവരമറിയിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ ഈ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോടുള്ള ഈ വാഗ്ദാനങ്ങൾ ചിലത് പൂർത്തിയായിരിക്കുന്നു, ചിലത് പൂർത്തിയാകാനുമുണ്ട്. മേലിൽ അവ പൂർത്തിയാകുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഏതായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നതുപോലെ അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് ആ മഹാത്മാവിന്റെ വിയോഗത്തിന് ശേഷം ഒന്നാം ഖിലാഫത്ത് കാലം ആരംഭിച്ചു. ജമാഅത്തിന്റെ ചുവടുകൾ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ രണ്ടാം ഖിലാഫത്ത് കാലം വന്നപ്പോൾ ജമാഅത്ത് കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടു. ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ ജമാഅത്ത് സ്ഥാപിതമായി. തുടർന്ന് മൂന്നാം ഖിലാഫത്ത് കാലം വന്നപ്പോൾ കുറെ കൂടി പുരോഗതി നേടി. പിന്നെ നാലാം ഖിലാഫത്ത് കാലം വന്നപ്പോൾ പുരോഗതികളുടെയും പുതിയ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. പിന്നെ അഞ്ചാം ഖിലാഫത്ത് കാലത്ത് ജമാഅത്ത് അഭിവൃദ്ധികളുടെ ഘട്ടങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ വളരെയേറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജമാഅത്ത് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വിദൂര പ്രദേശങ്ങളിൽ കഴിയുന്ന ഖലീഫയെ കാണുക പോലും ചെയ്യാത്ത ആളുകളുടെ ഹൃദയങ്ങളിലും അള്ളാഹു സ്വയം വഴിയൊരുക്കിക്കൊണ്ട് അവരെ ഖിലാഫത്തിന്റെ പതാകയ്ക്ക് കീഴിൽ വരാൻ സന്മാർഗം നൽകുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ നിരവധി ആളുകളുടെ ഹൃദയങ്ങൾ അള്ളാഹു തുറക്കുകയുണ്ടായി. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ജമാഅത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നു. ചില സംഭവങ്ങൾ കേൾപ്പിക്കാം. അതിൽ ഖിലാഫത്തിനോടുള്ള അള്ളാഹുവിന്റെ പിന്തുണയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു ഖിലാഫത്ത് സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും പിന്നെ എങ്ങനെയാണ് ഹൃദയങ്ങളിൽ ഖിലാഫത്തിനോടുള്ള ബന്ധവും അതിനോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ആവേശവും ഉണ്ടാക്കുകയും ചെയ്യുന്നതെന്ന് നോക്കുക. ബുർക്കിന ഫാസോ ആഫ്രിക്കയിലെ ഒരു രാജ്യമാകുന്നു. അവിടെയുള്ള മുഅല്ലിം എഴുതുന്നു, ഞങ്ങളുടെ ജമാഅത്തിൽ ആദ്യമായി MTA വെക്കുകയും അങ്ങനെ ആദ്യമായി ആളുകൾ കാലത്തിന്റെ ഖലീഫയെ കാണുകയും ചെയ്തപ്പോൾ അവരുടെ കണ്ണുകൾ ഏറെ നനഞ്ഞിരുന്നു. സന്തോഷം അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്നൊരു സംഘം വരികയുണ്ടായി. അവർ MTA നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കാലത്തിന്റെ ഖലീഫയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ MTA കാലത്തിന്റെ ഖലീഫയെ കാണുമ്പോൾ
കണ്ണുകൾക്ക് കുളിർമയും ഹൃദയത്തിന് സമാധാനവും ലഭിക്കുന്നു. അങ്ങനെ MTA മുഖേന കാലത്തിന്റെ ഖലീഫയെ കാണുന്നത് ഞങ്ങളുടെ നിത്യശീലമായിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടാക്കുന്നു. ഒരിക്കലും നേരിട്ട് കാണാത്തവരുടെ ഹൃദയങ്ങളിലും ഖിലാഫത്തിനോട് സ്നേഹമുണ്ട്. ഇനി ഇതേപോലെ അള്ളാഹു എങ്ങനെയാണ് ഖിലാഫത്ത് മുഖേന ജനങ്ങളെ ഇസ്ലാമിലേക്ക് നയിക്കുന്നതെന്ന് നോക്കുക. ഇത് സംബന്ധിച്ച് ഗാംബിയ അമീർ സാഹിബ് എഴുതുന്നു, ഒരു മോട്ടോർ മെക്കാനിക്കായ സാംബ സാഹിബ് ഞാൻ പ്രഭാഷണം നടത്തുന്നതോ ഖുത്തുബ നൽകുന്നതോ യാദൃച്ഛികമായി MTയിൽ കേൾക്കാനിടയായി. അത് കേട്ടപ്പോൾ പറഞ്ഞു, ഈ വ്യക്തിക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അദ്ദേഹം തന്റെ കുടുംബത്തിലെ 14 ആളുകളോടൊപ്പം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കച്ചവടം കുറവായിരുന്നു. അള്ളാഹു അനുഗ്രഹം ചൊരിയുകയുണ്ടായി. പറയുന്നു, ഇതിനെല്ലാം കാരണം അഹമ്മദിയത്താകുന്നു. അഹമ്മദിയത്ത് അന്ധകാരത്തിൽ സൂര്യപ്രകാശം പോലെയാണ്. ഖിലാഫത്തിനോടുള്ള ദൈവിക സഹായം അന്യരായ ആളുകളും മനസ്സിലാക്കുകയും ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ജർമ്മനിയിലെ തബ്ലീഗ് സെക്രട്ടറി എഴുതുന്നു, ആഫ്രിക്കയുടെ ഉദാഹരണമാണ് പറഞ്ഞിരുന്നത്. ഇനി ജർമ്മനിയിലുള്ള അറബിയെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം തബ്ലീഗ് സ്റ്റാളിൽ വരികയുണ്ടായി. വിശുദ്ധ ഖുർആൻ ജർമ്മൻ തർജ്ജമ കൊണ്ടുപോവുകയും ബന്ധപ്പെടുന്നതിന് തന്റെ നമ്പർ കൊടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജർമ്മനി ജൽസ സാലനിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. കഴിഞ്ഞ വർഷം എന്നതിന്റെ വിവക്ഷ ഈ സംഭവം നടക്കുന്നതിന് 1 വർഷം മുമ്പുള്ള കാര്യമെന്നാണ്. തന്റെ പരീക്ഷ കാരണം ജൽസയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു. തനിക്ക് പകരം തന്റെ മൂത്ത സഹോദരനെയും മറ്റൊരു കുടുംബക്കാരനെയും അയക്കുകയും ചെയ്തു. ജലസയിലെത്തിയ അദ്ദേഹത്തിന്റെ സഹോദരൻ എന്റെ പ്രസംഗം കേട്ടതിന് ശേഷം പറയുന്നു, ഈ വ്യക്തി തീർച്ചയായും ദൈവിക സഹായമുള്ള ആളാകുന്നു. ഇത് സത്യഖിലാഫത്താണെന്ന് അള്ളാഹു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. അദ്ദേഹം അന്ന് രാത്രി തന്നെ ബയ്യത്ത് ഫോറം പൂരിപ്പിച്ചു. അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഈ ആവേശം അള്ളാഹുവിന് മാത്രമേ ഹൃദയങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇത് അവന്റെ വാഗ്ദാനമായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ രണ്ടാമത് പറഞ്ഞ സുഹൃത്ത് ആദ്യ ദിവസം ബയ്യത്ത് ചെയ്തിരുന്നില്ല. ജമാഅത്തിനെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു. ഞാനുമായി അറബികളുടെ ഒരു കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുഫർ ഫത്വയെ പറ്റി ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇതേ ചോദ്യം മറ്റൊരാൾ ഉന്നയിക്കുകയുണ്ടായി. അതിന് ഞാൻ വളരെ വിശദമായി മറുപടി നൽകുകയും ചെയ്തു. ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും തൃപ്തിയായി. ബയ്യത്ത് പ്രോഗ്രാമിന് മുമ്പേ തന്നെ ബയ്യത്ത് ഫാറം പൂരിപ്പിച്ച് എൻ്റെ കയ്യിൽ നേരിട്ട് ബയ്യത്ത് ചെയ്യുകയും പിന്നെ ബയ്യത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു. അള്ളാഹു എങ്ങനെയാണ് ശുദ്ധമനസ്കരെ വലിച്ചു കൊണ്ടുവന്ന് ജമാഅത്തിൽ ചേർക്കുകയും ഖിലാഫത്തിന്റെ പിന്തുണയ്ക്കുള്ള വാഗ്ദാനം പൂർത്തിയാക്കുകയും ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഗാംബിയയിലെ അമീർ സാഹിബ് എഴുതുന്നു. കർഗോരു എന്ന സ്ഥലത്ത് ജമാഅത്ത് സ്ഥാപിതമായപ്പോൾ അൽഹാജ് ഫായെ സാഹിബ് എന്നൊരാൾ ജമാഅത്തിനെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. ജമാഅത്തി സാഹിത്യങ്ങൾ തൊടാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ നമ്മുടെ ദായിലല്ല പിന്നോട്ട് മാറിയില്ല. തുടർച്ചയായി അദ്ദേഹത്തിന് തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ നവ അഹമ്മദികൾക്ക് വേണ്ടി തർബിയത്തി പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദായിലല്ല ഒരു കാര്യത്തിൽ വിജയിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സാഹിത്യങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞങ്ങളോടൊപ്പം മിഷൻ ഹൗസിൽ വന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് തബ്ലീഗ് ചെയ്യുകയോ നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മാത്രം മതി. അങ്ങനെ അദ്ദേഹം മിഷൻ ഹൗസിലെത്തി. പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും TV റൂമിലിരുന്ന് TV കാണാമെന്നും പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ TV റൂമിലിരുത്തി MTA വെച്ചു കൊടുത്തു. മറ്റെല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കാൻ മസ്ജിദിലേക്ക് പോയി. അപ്പോൾ MTയിൽ എൻ്റെ ഖുത്ബ വരുന്നുണ്ടായിരുന്നത് കേൾക്കുകയുണ്ടായി. ക്ലാസ്സിന് ശേഷം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി വ്യാജനാകാൻ തരമില്ല. അതായത് ഇത് സത്യഖിലാഫത്താണെന്ന് എനിക്ക് ബോധ്യമായി. ഇനി എനിക്ക് പിന്തിരിയാൻ സാധ്യമല്ല. അങ്ങനെ അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ 10 പേരോടൊപ്പം ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. ഇത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ സാധ്യമാണോ?
തീർച്ചയായും അള്ളാഹു തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി കാണിച്ചു തരുന്നു. ഖിലാഫത്തുമായുള്ള ബന്ധം അഭിവൃദ്ധിപ്പെടുന്നത് സംബന്ധിച്ച മറ്റൊരു സംഭവം, അതായത് അള്ളാഹു വാഗ്ദാനം പൂർത്തിയാക്കുന്ന മറ്റൊരു സംഭവമാണിത്. കാമറൂണിലെ പട്ടണമായ വാണ്ടേരിയിലെ ഒരു സ്ഥലത്ത് 8 കുടുംബങ്ങൾ ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചിരുന്നു. ഈ നവാഹമ്മദികൾ പറയുന്നു, MTA ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. ദീനിനെ സംബന്ധിച്ച് അവരുടെ അറിവ് വർദ്ധിച്ചിരിക്കുന്നു. അതിൽ യുവാവായ അബ്ദുറഹ്മാൻ O ലെവൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ഖുത്ബകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ സ്കൂൾ ടീച്ചറോട് പറഞ്ഞു, ജുമാ ദിവസം എനിക്ക് ഖുത്ബ കേൾക്കാൻ പോകാനുണ്ട്. ഞാൻ സ്കൂൾ ഒഴിവാക്കിയാലും ഖുത്ബ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഈമാനിന്റെ അവസ്ഥ. അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു, എല്ലാ ജുമാക്കും സ്കൂൾ ഒഴിവാക്കി ഖുത്ബ കേൾക്കാൻ വന്നുകൊള്ളുക. അബ്ദുറഹ്മാൻ പറയുന്നു, ഖുത്ബ കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസവും വിജ്ഞാനവും വർദ്ധിക്കുന്നു. ഞാൻ ചെയ്തിരുന്ന തെറ്റായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. ഇവരാണ് വാസ്തവത്തിൽ ഖിലാഫത്തിനോട് പ്രതിബദ്ധത പുലർത്തുമെന്ന ശബ്ദം പൂർത്തിയാക്കുന്നവർ. തീർച്ചയായും ഒരു സമയത്ത് ഇവർ പുരോഗതി പ്രാപിച്ച് എല്ലാവരെക്കാളും മുകളിലെത്തുന്നതാണ്. കാരണം ഇവർ വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരമാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇനി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ഖിലാഫത്തുമായി ബന്ധിപ്പിക്കുമെന്ന വാഗ്ദാനം സംബന്ധിച്ച് അള്ളാഹുവിന്റെ സന്മാർഗ ദർശനത്തെ പറ്റിയുള്ള ഒരു സംഭവം കേൾപ്പിക്കാം. ബുർക്കിനോ ഫാസോയിൽ ഒരു സ്ഥലത്ത് ഒരുപാട് തബ്ലീഗ് ചെയ്തെങ്കിലും ഒരു ഫലവും കിട്ടുകയുണ്ടായില്ല. മൊല്ലിം സാഹിബ് പറയുന്നു, ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ചില ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ടൗണിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തായാലും വരണം. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബോൻ സാഹിബ് എന്നൊരാൾ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന് MTA വെച്ചു കൊടുത്തു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം MTയിൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ വ്യക്തിയെ ഞാൻ നേരത്തെയും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അതേ സമയത്ത് യാതൊരു തെളിവും ആവശ്യപ്പെടാതെ അഹമ്മദിയത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അദ്ദേഹം ഗ്രാമത്തിൽ പോയി ആളുകളോട് പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഗ്രാമത്തിൽ ഉറച്ച ജമാഅത്ത് സ്ഥാപിതമായിരിക്കുന്നു. ജനഹൃദയങ്ങളിൽ എങ്ങനെയാണ് അള്ളാഹു ഖിലാഫത്തിനോട് ബന്ധമുണ്ടാക്കുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച് ഒരു സംഭവം കേൾപ്പിക്കാം. കിർഗിസ്ഥാനിലെ സുൽത്താൻ സാഹിബ് പറയുന്നു, കിർഗിസ്ഥാൻ തികച്ചും വേറൊരു നാടാകുന്നു. പറയുന്നു, എൻ്റെ ഭാര്യയ്ക്കും മകനും ബയ്യത്ത് ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. ഞാൻ 2017 എല്ലാ ജുമാക്കും മിഷൻ ഹൗസിൽ പോകാൻ തുടങ്ങി. ഞാനും ഭാര്യയും ജുമാക്ക് മിഷൻ ഹൗസിലേക്ക് പോകുമ്പോൾ ഏകദേശം 12 കിലോമീറ്റർ യാത്രയിൽ എപ്പോഴും ഞങ്ങൾ കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബ റെക്കോർഡിംഗ് കേട്ടിരുന്നു. ഖുത്ബ കേൾക്കുമ്പോഴെല്ലാം എൻ്റെ ബോധ്യങ്ങൾ ഉറച്ചുകൊണ്ടിരുന്നു. ഇത് 2022 മെയ് 2 കാര്യമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനം ഈദ് ദിവസം ഞാൻ ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഞാൻ അതിനു മുമ്പേ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ പല കാരണങ്ങളാൽ മുടങ്ങിക്കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അവസ്ഥകൾ എനിക്ക് വിവരിക്കാൻ കഴിയില്ല. അത് വാക്കുകളിൽ വിവരിക്കാൻ സാധ്യമേ അല്ല. ഞാൻ എല്ലാ നമസ്കാരത്തിലും ഇസ്ലാമിനെ സംബന്ധിച്ച് വിശ്വാസവർദ്ധനവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ജുമാക്കും എനിക്ക് എപ്പോഴും ഏതെങ്കിലും പുതിയ മാർഗം തുറന്നു തരികയും ചെയ്യുന്നു. ഗിനി ബസാവോ വേറൊരു രാഷ്ട്രമാണ്. അള്ളാഹു എങ്ങനെയാണ് ഖിലാഫത്ത് മുഖേന ആളുകളുടെ ഹൃദയം തുറക്കുന്നതെന്ന് നോക്കുക. നവ അഹമ്മദിയായ ഉസ്മാൻ ഹാൽഡേ സാഹിബിന്റെ സംഭവമാണ്. അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നിരവധി ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം കുറെ മൗലവിമാരെയും കൂട്ടി ജമാഅത്തിനെ എതിർക്കുന്നതിന് വേണ്ടി പ്രസ്തുത സ്ഥലത്തെത്തി. നമ്മുടെ മൗലവി പറഞ്ഞു, നിങ്ങൾ എതിർത്തുകൊള്ളുക, പക്ഷേ ഞങ്ങളുടെ സന്ദേശം ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കുവിൻ. അവിടെയുള്ള ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും ചുരുങ്ങിയത് നമ്മുടെ സന്ദേശം കേൾക്കാനും സന്മനസ് കാണിക്കുന്നവരാണ്. പാകിസ്ഥാനിലെ പോലെ ദുശ്ശാഠ്യം കാണിക്കുന്നവരല്ല. മൗലവി സാഹിബ് വരാൻ തയ്യാറായില്ല. അത് മൗലവിമാരുടെ പ്രകൃതവുമാണ്. അവർ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. എന്നാൽ ഉസ്മാൻ സാഹിബ് ക്ഷണം സ്വീകരിച്ച് സന്ദേശം കേൾക്കാൻ വരികയുണ്ടായി.
അദ്ദേഹത്തോട് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആഗമനത്തെപ്പറ്റി പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ജുമാ ദിവസമാണ് വന്നത്. അവിടെ MTയിൽ എന്റെ ഖുത്ബ തത്സമയ സംപ്രേഷണം നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അഹമ്മദികളെല്ലാം കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബ നേരിട്ട് കേൾക്കുന്നതാണ്. നിങ്ങളുടെ പക്കൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായും ഖുത്ബ കേൾക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ചു നേരം ഖുത്ബ കേൾക്കാം. എന്നാൽ കേട്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹം സമയം മറന്നുപോവുകയും വളരെ ശ്രദ്ധാപൂർവം മുഴുവൻ ഖുത്ബയും കേൾക്കുകയും ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ഞാൻ കേട്ടതുപോലെ അഹമ്മദി ജമാഅത്ത് കാഫിറാക്കാൻ തരമില്ല. കാരണം നിങ്ങളുടെ ഖലീഫ സഹാബാക്കളുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. ചില സമയത്ത് അഹമ്മദികളിൽ ചിലർ ഞങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രം പറഞ്ഞു തരേണ്ട കാര്യമെന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് മറ്റാളുകൾക്കും മറ്റു മുസ്ലിങ്ങൾക്കും തബ്ലീഗിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് അത് പറയേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ അറിവും അതുകൊണ്ട് വർദ്ധിക്കുന്നു. നമ്മിൽ പലർക്കും ഈ ചരിത്രം അറിയില്ലായിരുന്നു. പറയുന്നു, കാഫിർ ജമാഅത്ത് ഒരിക്കലും സഹാബാക്കളുടെ ചരിത്രം വിവരിക്കുന്നതല്ല. അതിനുശേഷം അദ്ദേഹം ജമാഅത്തിനോടുള്ള ശത്രുത ഉപേക്ഷിച്ചു തന്റെ കുടുംബത്തോടൊപ്പം അഹമ്മദിയത്ത് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ തന്റെ നാട്ടിൽ തബ്ലീഗ് ചെയ്യുകയും ജമാഅത്തി സംവിധാനത്തിൽ കൃത്യമായി ഭാഗഭാക്കാക്കുകയും ചെയ്തിരിക്കുന്നു. ഖിലാഫത്തിന്റെ ശബ്ദം മുഖേന അന്യരായ ആളുകൾ ഹിദായത്തിലേക്ക് വന്ന ഒരു സംഭവം കേൾപ്പിക്കാം. കോങ്കോ കൻസാഷയിലെ ലോക്കൽ മിഷണറി പറയുന്നു, ഇവിടെ ഒരു പ്രദേശത്ത് തബ്ലീഗ് പരിപാടി തുടങ്ങിയപ്പോൾ ചില അഹമ്മദികൾ കൂട്ടമായി എതിർക്കാൻ തുടങ്ങി. പിന്നെ 3 മാസങ്ങൾക്ക് ശേഷം ഈ എതിരാളികളിലെ ഉസ്മാൻ സാഹിബ് എന്നൊരാൾ മിഷൻ ഹൗസുമായി ബന്ധപ്പെടുകയും അദ്ദേഹവും കുടുംബവും ജമാഅത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തോട് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ ഭാര്യ സാറ്റലൈറ്റ് ചാനൽ കാണുകയായിരുന്നു. അതിനിടയിൽ നിങ്ങളുടെ MTA ചാനൽ വന്നു. ഞാൻ അഹമ്മദിയത്തിന്റെ വിരോധത്തിൽ മുൻപന്തിയിലാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ എന്നെ വിളിച്ചു. ഞാൻ ജമാഅത്തിനെ പറ്റി തെറ്റായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യം ഈ പ്രോഗ്രാം കേൾക്കൂ, എന്നിട്ട് പറയൂ. അപ്പോൾ അവിടെ എൻ്റെ ഖുത്ബ സംപ്രേഷണം നടക്കുന്നുണ്ടായിരുന്നു. ഖുത്ബ കേട്ടതിന് ശേഷം പറഞ്ഞു, ഇന്ന് എൻ്റെ കാതുകളിൽ കേട്ട ശബ്ദം തന്നെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം. ഖലീഫയെ കേട്ടതിന് ശേഷം ജമാഅത്തിന്റെ സത്യസാക്ഷ്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ബാക്കിയായിട്ടില്ല. ഖിലാഫത്തിനുള്ള സ്നേഹം അള്ളാഹു എങ്ങനെയാണ് ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നത്, വിശ്വാസത്തിൽ എങ്ങനെയാണ് വർധനവ് വരുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് മേൽ ദൂരെയുള്ള ഒരിക്കലും ഖലീഫയെ കണ്ടിട്ടില്ലാത്തവർ പോലും എങ്ങനെയാണ് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്ന് നോക്കുക. സെനഗലിലുള്ള ഉമർ സാഹിബ് പറയുന്നു, അങ്ങയുടെ ഖുത്ബ കേൾക്കുമ്പോഴെല്ലാം മനസ്സിലൊരു പ്രത്യേക ആനന്ദം അനുഭവിക്കുന്നു. ഈ അവസ്ഥ സ്ഥായിയായി നിൽക്കാൻ ദുആ ചെയ്താലും ഖുത്ബ കേൾക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് അശ്രു പൊഴിയുന്നു. എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്. അള്ളാഹുവിനോടും റസൂലിനോടും മസീഹ് മൗഊദിനോടും അദ്ദേഹത്തിന്റെ ഖലീഫമാരോടും എനിക്ക് ഈ ലോകത്തുള്ള സകലതിനേക്കാളും സ്നേഹമുള്ളതാകാൻ അങ്ങ് ദുആ ചെയ്താലും അങ്ങയുടെ ദുആകൾ കാരണം കച്ചവടത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. ചുരുക്കത്തിൽ ഇതെല്ലാം അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരമാകുന്നു. ബൽജിയം അമീർ സാഹിബ് എഴുതുന്നു, മുസ്തഫ സാഹിബ് മൊറോക്കഷിലെ ഒരു സഹോദരനാണ്. നീണ്ടകാലത്ത് പഠനത്തിന് ശേഷം അദ്ദേഹം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. പറയുന്നു, ഞാൻ ചെറുപ്പം മുതൽ നിരവധി പണ്ഡിതന്മാരുടെ സഹവാസത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബകൾ വിശുദ്ധ ഖുർആൻ തഫ്സീർ മാത്രമല്ല, അള്ളാഹുവിന് സാമീപ്യം നൽകുന്നവയുമാണ്. ഈ ഖുത്ബകൾ കേട്ടതിന് ശേഷം എനിക്ക് നമസ്കാരത്തിൽ അനുഭൂതി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു എനിക്ക് സത്യസ്വപ്നങ്ങളും കാണിച്ചു തരുന്നു. അഹമ്മദിയത്ത് എന്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അശ്രുപൊഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് എങ്ങനെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനാൽ സ്ഥാപിതമായ ഖിലാഫത്തിനെ സഹായിക്കുകയും മനസ്സുകളെ തുറക്കുന്നതെന്നും നോക്കുക. ഗിനീബസായിലുള്ള മുബല്ലിഗ് എഴുതുന്നു, 21 ജമാഅത്തുകളിൽ MTA സ്ഥാപിക്കാൻ തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ വർഷം തബ്ലീഗ് മുഖേന ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇവിടെയുള്ള 4 കുടുംബങ്ങൾ അഹമ്മദിയത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. നമ്മുടെ ടീം അവിടെ MTA സ്ഥാപിക്കാൻ പോയപ്പോൾ നമ്മുടെ മുഅല്ലിം മുഹമ്മദ് സാലിഹിയു ജാലിയു സാഹിബ് ഈ കുടുംബങ്ങളെയും മസ്ജിദിലേക്ക് വിളിച്ചിരുന്നു. അവർ വന്ന് നമ്മുടെ ചാനലും നമ്മുടെ ഖലീഫയുടെയും ഇമാം മഹദി അലി ഇസ്ലാമിൻ്റെയും ഫോട്ടോകളും കാണുകയുണ്ടായി. MTA സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ മഗ്രിബിന്റെ നേരമായിട്ടുണ്ടായിരുന്നു. നമസ്കാരത്തിന് വേണ്ടി TV ഓഫാക്കുകയുണ്ടായി. നമസ്കാരത്തിന് ശേഷം TV ഓണാക്കിയപ്പോൾ അതിൽ ഖുത്ബ വരുന്നുണ്ടായിരുന്നു. അനഹമ്മദി സുഹൃത്തുക്കൾ അതെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയുണ്ടായി. മുഅല്ലിം അവരോട് പറഞ്ഞു, ഖുത്ബ ഇംഗ്ലീഷിലാണ് വരുന്നത്, അതുകൊണ്ട് ഞാനത് തർജ്ജമ ചെയ്തു തരാം. ഖലീഫ എന്താണ് പറയുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇദ്ദേഹം കളവ് പറയുന്നയാളല്ല. ഇദ്ദേഹമാണ് അഹമ്മദി ജമാഅത്തിന്റെ ഖലീഫയെങ്കിൽ അഹമ്മദി ജമാഅത്തും ഒരിക്കലും കളവ് പറയാൻ സാധ്യമല്ല. ഞാനിപ്പോൾ ഈ സമയത്ത് തന്നെ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെയും അള്ളാഹു ഹൃദയങ്ങളെ തിരിക്കാറുണ്ട്. ഖിലാഫത്ത് തബ്ലീഗിനുള്ള ഒരു വലിയ മാർഗവുമാണ്. സൽപ്രകൃതരായ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശത്തെ പറ്റി മനസ്സിലാക്കുകയും ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ജമാഅത്തിൽ ചേരുകയും ചെയ്യുന്നു. ഗാംബിയ അമീർ സാഹിബ് പറയുന്നു, സാംബെ എന്നു പേരുള്ള ഒരു സ്ഥലത്ത് തബ്ലീഗിന് പോയിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആഗമനത്തെ പറ്റി പറയുകയും അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ ഭാഗവാക്കാകാൻ ബയ്യത്ത് നിബന്ധനകൾ കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരുടെ ഇമാമായ ചീഫ് അൽക്കാലിയും അവരുടെ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനും പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹ്ദിയുടെ ആഗമനത്തെ സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഇമാം മഹ്ദിയെ പറ്റി കേൾക്കുന്നത്. അഹമ്മദിയത്തിനെ പറ്റി അറിഞ്ഞതു മുതൽ അതിൽ ആകൃഷ്ടനാണ്. അഹമ്മദികൾ മാത്രമാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. കാരണം അവരുടെ പക്കൽ ഖിലാഫത്ത് എന്ന ശക്തിയുണ്ട്. അതെല്ലാവരെയും ഒരേ പാശത്തിൽ കോർത്തിണക്കുന്നു. അവർക്ക് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിൽ സത്യസന്ധതയാണ് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ ഇദ്ദേഹത്തെ TV-യിലും കണ്ടിട്ടുണ്ട്. പിന്നെ അവരെല്ലാവരും അത് വലിയൊരു സംഘമുണ്ടായിരുന്നു ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവർ വിശുദ്ധ ഖുർആന്റെ ഫൂല, മാണ്ഡിക്ക, ദൂലഫ് എന്നീ 3 ഭാഷകളുള്ള തർജ്ജമ കണ്ടപ്പോൾ പറഞ്ഞു, അഹമ്മദിയത്ത് തന്നെയാണ് ശരിയായ ഇസ്ലാം. അഹമ്മദികൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിന് മറ്റൊരു സംഘടനയ്ക്കും തൗഫീക്ക് ലഭിച്ചിട്ടില്ല. അവസാനം പറഞ്ഞു, ഇനി അഹമ്മദിയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്, ഒരിക്കലും മുന്നോട്ട് മാറുന്നതല്ല. കാരണം ഇത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. മറ്റു മൗലവിമാർ വന്ന് ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മാലിയിലെ മുബല്ലിഗ് പറയുന്നു, ഒരാൾ അഹമ്മദിയ റേഡിയോ സ്റ്റേഷനിൽ വന്ന് താൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അഹമ്മദിയത്ത് കാരണം ഇന്ന് ഞാൻ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ചില ഉലമാക്കളോട് നമസ്കാരത്തെ പറ്റി ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നമസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമസ്കാരം ഒഴിവാക്കി തന്നിരുന്നു. പക്ഷേ അഹമ്മദിയ റേഡിയോയിൽ ഖലീഫയുടെ ഖുത്ബയിൽ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞത് എന്നെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. അതിനുശേഷം നമസ്കാരം ഉപേക്ഷിക്കുക എന്നാൽ നരകാഗ്നിയിൽ പോവുക എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഇന്നു മുതൽ ഞാൻ അഹമ്മദിയാകുന്നു, ഒരിക്കലും നമസ്കാരം ഉപേക്ഷിക്കുന്നതല്ല. ഇതാണ് നവാഗതരിലുണ്ടാകുന്ന പ്രഭാവം. പഴയ ആളുകൾ പ്രത്യേകമായും തങ്ങളുടെ അവസ്ഥ വിലയിരുത്തേണ്ടതാണ്. നമുക്കെതിരിൽ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയും കുഫർ ഫത്വ നൽകുകയും ചെയ്യുന്നു. പക്ഷെ അവർ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യത്തെ തന്നെ നിഷേധിക്കുന്നവരുമാണ്. ഖിലാഫത്ത് മുഖേന ജനങ്ങൾക്ക് സന്മാർഗം നൽകുന്നു എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാകുന്നു. ദീനിൽ വക്രതയുണ്ടാക്കുന്നവരിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നൈജീരിയയിലെ മുബല്ലിഗ് പറയുന്നു, നിരവധി സ്ഥലങ്ങളിൽ MTA കാണുന്നതിന് ഡിഷ് വെച്ചിട്ടുണ്ട്. ഖുത്ബകളും മറ്റു പരിപാടികളും കാണുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ പറയുകയുണ്ടായി, എനിക്ക് ജമാഅത്തിനെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, മനസ്സംതൃപ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഖുത്ബ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി തന്നെ എനിക്ക് തൃപ്തി ലഭിക്കുകയുണ്ടായി.
എനിക്ക് യഥാർത്ഥ ഇസ്ലാം കിട്ടിയിരിക്കുന്നു. എല്ലാ ആക്ഷേപങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജമാഅത്തിൽ ഭാഗവാക്കാവുകയും ചെയ്തിരിക്കുന്നു. സൽപ്രകൃതരായ ആളുകളുടെ മാർഗദർശനം സംബന്ധിച്ച മറ്റൊരു സംഭവം കേൾപ്പിക്കാം. ഗാംബിയയിലുള്ള മുഹമ്മദ് സൗ സാഹിബ് തൻ്റെ ഒരു സംഭവം വിവരിക്കുന്നു. ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ആരോ ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ശക്തമായി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറയുന്നു. അത് ആരാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആളുകളോട് അതാരാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് അഹമ്മദി ജമാഅത്തിന് ഇമാമാകുന്നു. അടുത്ത ദിവസം നമ്മുടെ മിഷനിലെത്തി. നമ്മുടെ മൊല്ലിമിന് സ്വപ്നം കേൾപ്പിച്ചു കൊടുത്തു. മൊല്ലിം MTA വെച്ചു കൊടുത്തു. അതിൽ ഖുത്ബ ജുമ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അനിയന്ത്രിതമായി പറഞ്ഞു, ഇദ്ദേഹം ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വരികയുണ്ടായി. തുടർന്നുടൻ തന്നെ അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിക്കുകയും ചെയ്തു. കാമറൂണിലെ ഇൻചാർജ് മുബല്ലിഗ് പറയുന്നു, അവിടെയുള്ള മർവ എന്ന പട്ടണത്തിൽ നിരവധി ആളുകൾ MTA ആഫ്രിക്ക കാണിക്കുന്നവരാണ്. ജമാഅത്തിൽ ചേരുകയും ചെയ്യുന്നു. അവിടെയുള്ള ഒരു ഇമാം മൊല്ലിം അഹമ്മദ് സാഹിബ് പറയുന്നു, MTA മുഖേന ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചിരിക്കുന്നു. കാലത്തിന്റെ ഖലീഫയുടെ ഖുത്തുബകളും ഇതര പ്രഭാഷണങ്ങളും കാരണം ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ടായിരിക്കുന്നു. അന്ധകാരം നീങ്ങുകയും ചെയ്തിരിക്കുന്നു. MTAയും അഹമ്മദിയത്തും വരുന്നതിന് മുമ്പ് ഞങ്ങൾ മൃഗങ്ങളായിരുന്നുവെന്ന് അനുഭവപ്പെടുന്നു. ഇപ്പോൾ MTA ഞങ്ങളെ മനുഷ്യരാക്കിയിരിക്കുന്നു. അള്ളാഹു എങ്ങനെയാണ് ഖിലാഫത്തിന്റെ പിന്തുണയിൽ ജനങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുന്നതെന്ന് നോക്കുക. കാമറൂണിലെ മുഅല്ലിം പറയുന്നു, ഒരിക്കൽ ജുമാ ഖുത്ബ കൊടുക്കുകയായിരുന്നു. ആളുകൾ സാവധാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ കോട്ടും തലപ്പാവും ധരിച്ച് മസ്ജിദിൽ പ്രവേശിക്കുന്നത് കാണുകയുണ്ടായി. നമസ്കാരത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആത്മീയ നേതാവ് ഇങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കാറുള്ളത്. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കേബിളിൽ MTA ആഫ്രിക്ക എന്നൊരു ചാനലുണ്ട്, അത് കണ്ടാൽ മതി. അദ്ദേഹം ചാനലിൽ ഖുത്തുബകൾ നൽകുകയും തന്റെ മസ്ജിദിൽ കുട്ടികളുമായി ചോദ്യോത്തര പരിപാടികളും നടത്തുകയും ചെയ്യാറുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹം സത്യവാനാണെന്നും അള്ളാഹുവിന്റെ സഹായമുള്ള ആളാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ബയ്യത്തിന്റെ 10 നിബന്ധനകളും തഖ്വ മാസികയിൽ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. അതായത് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ മസ്ജിദ് ഈ ഇമാമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് അത് അഹമ്മദിയ ജമാഅത്തിന്റെ മസ്ജിദാണെന്നും ഞാനതിന്റെ മിഷണറി ആണെന്നും അറിയില്ലായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാവുകയും കുടുംബസമേതം ബയ്യത്ത് ചെയ്യുകയും ഉണ്ടായി. ചുരുക്കത്തിൽ ഞാൻ കേൾപ്പിച്ച ഈ ഏതാനും സംഭവങ്ങളിൽ നിന്ന് ഖുദ്റത്തെ സാനിയ നിലനിൽക്കുമെന്നും അതിന് സഹായവും പിന്തുണയും നൽകുമെന്നും അത് മുഖേന ഇസ്ലാമിന്റെ വിജയം വിധിക്കപ്പെട്ടുവെന്നുമുള്ള ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ദൈവിക സഹായത്തെ സംബന്ധിച്ച വാക്കുകളുടെ നിറപുലർച്ച കാണാൻ കഴിയുന്നു. അന്യരുടെ ഹൃദയങ്ങളിലും അഹമ്മദിയ ഖിലാഫത്തിന്റെ പ്രഭാവമുണ്ടാക്കുന്നു. സൽപ്രകൃതരായ ആളുകളെ ഖിലാഫത്തുമായി അടുപ്പിക്കുന്നു. അഹമ്മദിയ ഖിലാഫത്തിന്റെ 118 വർഷത്തെ ചരിത്രത്തിലെ ഓരോ ദിവസവും അള്ളാഹു താൻ തന്നെ ഖിലാഫത്തിനെ പിന്തുണയ്ക്കുന്നുവെന്നും ജമാഅത്ത് എല്ലാ ദിവസവും പുരോഗതിയിലേക്ക് നീങ്ങുകയാണെന്നും സാക്ഷ്യം നൽകുന്നു. അള്ളാഹു എനിക്കും അവന്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഈ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ അഹമ്മദികൾക്കും തികവുറ്റ കൂറോടെയും ആത്മാർത്ഥതയോടെയും ഖിലാഫത്തിനോട് പ്രതിബദ്ധത പുലർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖിയാമത്ത് വരെയും കൂറും ഭക്തിയും തഖ്വയുമുള്ളവരെ അഹമ്മദിയ ഖിലാഫത്തിന് ലഭിക്കുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമുമായി അള്ളാഹു ചെയ്തിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും അഹമ്മദിയ ഖിലാഫത്ത് മുഖേന ലോകത്തെ ഏകദൈവത്തിന്റെ രാജാധികാരം സ്ഥാപിതമാവുകയും ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതാക പാറിപ്പറക്കുന്ന ദൃശ്യം ലോകം കാണുകയും ചെയ്യുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 പേരുടെ ജനാസ ഗായിബ് നമസ്കാരവും നിർവഹിക്കുന്നതാണ്. ആദ്യത്തേത് ചൗധരി മുഹമ്മദ് ഇദ്രീസ് നസറുല്ല ഖാൻ സാഹിബിൻ്റെതാണ്. കനഡയിലായിരുന്നു. 90-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഹദ്രത്ത് ചൗധരി നസറുല്ല ഖാൻ സാഹിബ്
റളിയല്ലാഹു അൻഹു ജമാഅത്തിന്റെ പ്രാരംഭ നാസറാലയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇദ്രീസ് നസ്രുല്ലാ ഖാൻ സാഹിബ് ഹദരത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബിന്റെ സഹോദരപുത്രനാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് കറാച്ചി ജമാഅത്തിൽ നീണ്ടകാലം അമീറായിരുന്നു. ഇദ്രീസ് നസ്രുല്ലാ ഖാൻ സാഹിബ് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ദൗഹിത്രന്റെ മകനും കൂടിയാണ്. ഇദ്രീസ് സാഹിബിന്റെ മാതാമഹൻ ഹദരത്ത് ചൗധരി ഫത്ത് മുഹമ്മദ് സിയാൽ സാഹിബ് ജമാഅത്തിന്റെ ആദ്യകാല വാഖഫി സിന്ദഗിയും ഇംഗ്ലണ്ടിലെ ആദ്യകാല മുബല്ലിഗുമായിരുന്നു. അദ്ദേഹം നൂറുകണക്കിന് ആളുകൾ അഹമ്മദിയത്തിൽ വരാൻ നിമിത്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇദ്രീസ് നസ്രുല്ലാ സാഹിബിന് 30 വർഷത്തിലധികം ലാഹോറിൽ ഉമൂറാമ സെക്രട്ടറിയായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മർക്കസി ഉഫ്ത കമ്മിറ്റി, കലാ കമ്മിറ്റി എന്നിവയുടെ അംഗവും സദറും ആയിട്ടുണ്ട്. മൂന്നാം ഖിലാഫത്ത് സമയത്തുള്ള അസ്വസ്ഥഭരിതമായ ഘട്ടത്തിൽ ചരിത്രപ്രധാനമായി സേവനം ചെയ്തവരിൽ ഇദ്ദേഹത്തിന്റെ നാമവും പ്രഥമഗണനീയമാണ്. 1974 റബുവ സംഭവത്തിൽ സമദാനി ട്രൈബ്യൂണൽ സ്ഥാപിച്ചപ്പോൾ അതിൽ ഇദ്രീസ് നസ്രുല്ലാ ഖാൻ സാഹിബും ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹിയോടൊപ്പം കോടതി മുറിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് നിരവധി കമ്മിറ്റികളുടെ അംഗവും ആക്കിയിരുന്നു. ഇദ്ദേഹം ലാഹോർ ജമാഅത്ത് പ്രതിനിധി എന്ന നിലയിൽ കുരിശി വിമോചന സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ ലണ്ടൻ ഹിജ്റത്ത് വേളയിൽ റബുവിൽ നിന്ന് കറാച്ചി വരെ കാഫിലിയിൽ ഭാഗവാക്കാകാനുള്ള ചരിത്രപ്രധാനമായ സൗഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. ശരിയായ അഭിപ്രായം നൽകുന്ന ആളുമായിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റം കൂറും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു. അതെനിക്കും വ്യക്തിപരമായും അനുഭവമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അടുത്ത അനുസ്മരണം കറാച്ചിയിലെ ഖമർ ഇദ്രീസ് സാഹിബിനെ കുറിച്ചാകുന്നു. ഇദ്ദേഹം ചൗധരി അസീസ് അഹമ്മദ് സാഹിബ് ബാജ്വിയുടെ മകനാകുന്നു. 90-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം ഹദരത്ത് മസീഹ് മദ്ദുൽ ഇസ്ലാമിന്റെ സഹാബാക്കളായ ചൗധരി മുഹമ്മദ് ഹുസൈൻ സാഹിബ് റളിയല്ലാഹു അൻഹു, ഹദരത്ത് സർദാർ ബേഗം സാഹിബ റളിയല്ലാഹു തആല അൻഹ എന്നിവരുടെ പൗത്രനുമാണ്. മർഹൂം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. 1959 സിവിൽ സർവീസിൽ ചേർന്നു. നീണ്ട 45 വർഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ വിവിധ തസ്തികകളിൽ ഇരുന്നിട്ടുണ്ട്. വളരെ വിശ്വസ്തനും ഉത്തരവാദിത്വ ബോധമുള്ള ഓഫീസറും എന്ന നിലയ്ക്കാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ സൽസ്വഭാവം പിതാവ് അദ്ദേഹം സിവിൽ സർവീസിൽ കയറിയ ഉടനെ നൽകിയ ഒരു ഉപദേശത്തിന്റെ ഫലമായിരുന്നു. അദ്ദേഹം മകനോട് പറഞ്ഞു, ഇദ്രീസ് മരിച്ചുപോയെന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് ദുഃഖമുണ്ടാവുക ഇദ്രീസ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന് കേൾക്കുമ്പോഴായിരിക്കും. അതാണ് എനിക്ക് കൂടുതൽ ദുഃഖത്തിന് കാരണമാവുക. ഇതായിരുന്നു പിതാവിന്റെ മകനുള്ള ശിക്ഷണവും ഉപദേശവും. ഹദരത്ത് ചൗധരി സഫറുല്ലാ ഖാൻ സാഹിബിന്റെ സുപ്രസിദ്ധ ജീവചരിത്ര ഗ്രന്ഥമായ തഹദീസെ നേമത്ത് ഇദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഗ്രന്ഥം ഇംഗ്ലീഷ് വായനക്കാർക്കിടയിൽ പരിചിതമായത്. 1998 മുതൽ 2007 വരെ കറാച്ചി ജമാഅത്തിന്റെ ജില്ലാ പ്രവർത്തക സമിതിയിൽ ഉമൂർ ഖാരിജ സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കാവൽ മന്ത്രിസഭയുടെ കാലത്ത് സംസ്ഥാന മന്ത്രിയാകാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയന് അദ്ദേഹം അയച്ച കത്തിൽ ബിസ്മില്ല കൊണ്ടാണ് കത്ത് തുടങ്ങിയിരുന്നത്. അതിലൊരു ശത്രു മൗലവി അദ്ദേഹത്തിനെതിൽ കേസ് കൊടുത്തു. നീണ്ടകാലം ഈ കേസ് നടക്കുകയുണ്ടായി. ഏതായാലും അദ്ദേഹം എപ്പോഴും എല്ലാവരോടും കരുണയോടെയാണ് പെരുമാറിയത്. എത്രത്തോളം എന്നാൽ ഈ കേസ് തീർന്നതിന് ശേഷം കേസ് കൊടുത്ത ഈ മൗലവി തന്റെ ചില സാഹചര്യങ്ങൾ കാരണം സാമ്പത്തിക സഹായത്തിന് അപേക്ഷ നൽകിയപ്പോൾ ഒരു വലിയ സംഖ്യ അയാൾക്കും സഹായം നൽകുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പൊറുമയോടെയും വർത്തിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ തുടരുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر